നാട്ടിലുള്ളൊരു സലൂണിലേക്ക് മുടി വെട്ടാൻ പോയി. അവിടെ ചെന്നിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. ഇതുപോലെ വെട്ടി തരണമെന്ന്. അവസാനം ആ ബായ് ഇതേപോലെ വെട്ടി തന്നു. അങ്ങനെ ബായ് എൻ്റെ ഈ അപ്പർ സൈഡിലുള്ള മുടിയൊന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ബായ് എടുത്ത വഴിക്ക് പറഞ്ഞു മുടി നല്ല ലോസ് ആയിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോൾ മനസ്സങ്ങോട്ട് തകർന്ന് സത്യം പറഞ്ഞു. എന്തായാലും ഇത് തോന്നൽ വരുന്ന ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ചിലതൊക്കെ കണ്ടു തീർക്കണം എന്നുള്ളൊരു മൈൻഡായി. അതുകൊണ്ട് തന്നെ ഞാൻ ബായോട് പറഞ്ഞു മൊത്തമായിട്ട് കട്ട് ചെയ്യാൻ. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ഹെയർ കട്ടിലാക്കി ഞാൻ വെച്ചു. വേറെ ഒന്നല്ല, എനിക്കറിയാം എൻ്റെ മുടി കൊഴിയുന്നുണ്ടെന്ന്. പക്ഷേ ഇത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഉള്ളിലുള്ള ഒരു തോന്നലുണ്ട്. എല്ലാം കൂടിയുള്ള ഒരു ഡൗൺ ആക്കുന്ന സിറ്റുവേഷൻ വരും. പ്രധാന സങ്കടം ഒന്നുമല്ല, നമ്മൾ അത്രയും കെയർ ചെയ്തിട്ട് ഇതേ അവസ്ഥയാണെങ്കിൽ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുടെ സിറ്റുവേഷൻ അങ്ങനെ ആലോചിക്കും. അവരുടെയൊക്കെ മുടി കാണുമ്പോണ്ടല്ലോ കൊതിയാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വീഡിയോയുടെ അവസാനമാകുമ്പോൾ അതിന്റെ എക്സാമ്പിൾ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ഹെയർ സ്പായും ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. ചാലിശ്ശേരി നടന്നുകൊണ്ടിരിക്കുന്ന സരസ്വമലയുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഞാനും കസിനും കൂടി നേരെ അങ്ങോട്ട് വിട്ടു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും കട്ട തിരക്ക്. ചാലിശ്ശേരി പൂരത്തിന് പോലും ഇത്ര തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വണ്ടികൾ പാർക്ക് ചെയ്തിരുന്നത്. അത്രയ്ക്ക് തിരക്ക്. ഇന്നാണെങ്കിൽ പ്രൊജക്ട് മലബാരിക്കസിന്റെ പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മൾ തെക്കും തിരക്കിന്റെ ഇടയിൽ കൂടെ സ്റ്റേജിന്റെ അടുത്തെത്തി. അവിടെ എത്തിയിട്ട് കുറച്ചു നേരം പരിപാടി അങ്ങ് ആസ്വദിച്ചു. పొందట్టే ఆగోస ప్రగంబరం పొందట్టే ఆగోస ప్రగంబరం. പിന്നെ ഞങ്ങൾ പ്രോഗ്രാം കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഈ ഒരു ബായിനെ കണ്ടത്. ഈ ബായുടെ തല കണ്ട കട്ട തിക്കും മുടി. ഈ മുടിയൊക്കെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് സങ്കടമാകുന്നത്. ഇത്രയും കാലം കെയർ ചെയ്ത് നടന്നത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ പിന്നെ വീട്ടിലതിന് ശേഷം വീണ്ടും വണ്ടി എടുത്തു നേരെ ഗുരുവായൂർക്ക് വിട്ടു. നമ്മുടെ ചെങ്ങായിമാരുടെ അടുത്തേക്ക് കുറച്ചു നേരം ഒരു ഷോപ്പിലിരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് ഇറങ്ങി. 3 മണിക്ക് നട തുറക്കും. അതിന്റെ ഭാഗമായിട്ടുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഓരോ ഷോപ്പിലും കയറി ചെറിയൊരു പർച്ചേസ് നടത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ.